ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ സുഖുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ പറയാനേ ഇന്ന് വന്നത് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ എൻ്റെ അണ്ണനുണ്ടല്ലോ, അണ്ണൻ്റെ മൂത്ത പെങ്ങളുടെ മരുമകളുടെ 7ാം മാസ ചടങ്ങാണ് കേട്ടോ ആയിരുന്നു. അപ്പോഴേ സുഖു ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയി കേട്ടോ. ഇച്ചിരി ദൂരമാ. നല്ല രാവിലെ പോയി. ചടങ്ങുകളൊക്കെ രാവിലെ മുതലേ ഉണ്ടായിരുന്നു. പൊങ്കാല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് പിന്നെ കുറച്ച് നമ്മുടെ ഇതിൽ കുറച്ച് ആചാരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ കല്യാണം വന്നതിലും അന്ന് നമ്മൾ വീഡിയോ ഇട്ടെങ്കിലും ഒരു 45 മിനിറ്റ് ആയിരുന്നു നമ്മുടെ അപ്പോഴത്തെ ആ കർമ്മങ്ങളും ഒക്കെ കേട്ടോ. ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അത് വെട്ടിച്ചിരിക്കാൻ ഞാനത് കാണിച്ചത്. ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ 7ാം മാസ ചടങ്ങ്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോഴെന്താ, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഭാര്യ ഭർത്താവും കൂടെ നിന്ന് പൊങ്കാല ഇടണം. പൊങ്കാല ഇടുന്നതെന്ന് വെച്ചാൽ പാത്രം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പാത്രങ്ങളിലാണ്, വെങ്കല പാത്രങ്ങളുണ്ടല്ലോ, അതിനകത്താണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അത് ഭാര്യയും ഭർത്താവും കൂടെ അപ്പുറത്ത് നിന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ രാവിലെ പൊങ്കാലയൊക്കെ ഇടും. പിന്നെ അപ്പോഴത്തേന് സൂര്യൻ അമ്മാവനൊക്കെ വരുമല്ലോ. അപ്പോഴത്തേന് വെള്ള പായസം, കടും പായസം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത് രണ്ടും കൂടാണ് അവർ ഉണ്ടാക്കുന്നത്. തലേന്നേ തന്നെ പണ്ടൊക്കെ ഒരുപാട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരൊക്കെ വരുമായിരുന്നു. എന്തായാലും 10-25 പേരൊക്കെ തലേന്നേ വന്ന് അവർ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഈ പൊങ്കാല ഇടാൻ വേണ്ടി അടുപ്പ് സെറ്റ് ചെയ്യുന്നത്. അടുപ്പെന്ന് വെച്ചാൽ ഗ്യാസിൽ ഒന്നും അല്ല കേട്ടോ. ഈ അടുപ്പിൽ പൊങ്കാല ഇടുന്നതെന്ന് വെച്ചാൽ അവർ നമ്മുടെ മുറ്റത്തെ മണ്ണ് കിളച്ച്, ആ കിളച്ച മണ്ണ് ഉരുട്ടി, വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണ് ഉരുട്ടി, നമ്മൾ വെക്കത്തില്ല കലത്തിന് ഇങ്ങനെ ഇത് കണ്ടല്ലോ, കലം വെക്കാനുള്ള സംഭവങ്ങൾ 3 അടുപ്പ് മാതിരി വെച്ച് അതൊക്കെ പെണ്ണ് വീട്ടുകാരാണ് വന്ന് തലേന്നേ വന്ന് ചെയ്തു തരുന്നത്. അപ്പോഴേ ഈ പൊങ്കാല നമ്മൾ ഉണ്ടാക്കുന്നതിന് വിറക്, തീപ്പെട്ടി എല്ലാം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണമെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെയൊക്കെ അങ്ങനെയാണ് ഇവിടെ നടന്നത്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെണ്ണിലെ തിരക്കും പിന്നെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ കിളി പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെയും എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോഴും തീപ്പെട്ടി സഹിതം, തീപ്പെട്ടി പോലും ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൂടാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനൊന്നും ഇല്ല. തീപ്പെട്ടിയൊക്കെ എടുക്കും. എനിക്കൊന്നും ചൂട്ടും കൊതും, നമ്മൾ പൊങ്കാല അർപ്പിക്കുന്ന ചൂട്ടും കൊതുമ്പും അല്ലേ, വേറെ വിറകൊന്നും അല്ലല്ലോ എടുക്കുന്നത്. അതൊക്കെ പണ്ട് കാലങ്ങളിൽ ചൂട്ടും കൊതുമ്പും ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു. വർഷം 24 ആയതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയാൻ വയ്യ. ഇവർ കൊണ്ടുവന്നൊന്നും എനിക്കറിയാൻ വയ്യ. ചൂട്ടും കൊതുമ്പും കൊണ്ട് കേട്ടോ നമ്മൾ തീ കത്തിച്ച് പൊങ്കാലയൊക്കെ സെറ്റാക്കുന്നത്. അപ്പോഴത്തേന് പിന്നെ ചടങ്ങെന്ന് വെച്ചാൽ പെണ്ണിനെയും ചെറുക്കനെയും അടുത്ത് നിർത്തി നമ്മുടെ ഇതിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ട് അതിനകത്തൊരു വെറ്റ കാണും. വെറ്റ ഇങ്ങനെ മലർത്തി ഇങ്ങനെ വെച്ചേക്കുകയാണ്. അത് പെൺകുട്ടിയുടെ വയറ് കുറച്ച് സാരി, അന്ന് ഇതിലൊന്നും നാളമൊന്നുമില്ല കേട്ടോ. ആ സാരി ഒന്ന് ഇച്ചിരി മാറ്റി ആ വയറിച്ചിരി ഒന്ന് കാണണം കേട്ടോ. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്ലേറ്റ്. ഇങ്ങനെയാണ് കേട്ടോ ആ പ്ലേറ്റ് വെച്ചേക്കുന്നത്. വെറ്റയുടെ തുമ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഞെടുപ്പ് ഇവിടെയും ഈ ഭാഗത്തും വാല് ഈ ഭാഗത്തുമാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇങ്ങനെ ഇച്ചിരി ഒന്ന് ചരിച്ച് വെക്കണം. പെണ്ണിൻ്റെ വയറ് ഇച്ചിരി ഒന്ന് കാണിയും വേണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കും. അതിനകത്ത് സ്പൂണിടും. നമുക്ക് സ്വർണ്ണ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്കും ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ആ സമയത്തും ഉണ്ടായിരുന്നു, 7ാം മാസ ചടങ്ങിലും ഉണ്ടായിരുന്നു, എൻ്റേതിലും ഉണ്ടായിരുന്നു കേട്ടോ ആ സ്വർണ്ണ സ്പൂണ്. എന്ന് വെച്ചാൽ അത് ഒരു 101 പവൻ്റെ സ്പൂണൊന്നും അല്ല നമുക്ക് തരുന്നത്. എത്ര വേണേലും നമുക്കാകാം കേട്ടോ. അപ്പോഴെനിക്കത് അന്ന് നമ്മുടെ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല.
എനിക്ക് അങ്ങനെയാണ് ചെയ്തത്. അപ്പോഴേ എന്തോ വെള്ളിക്കരണ്ടിയോ സ്വർണ്ണക്കരണ്ടിയോ എന്ത് വേണേലും ആകാം കേട്ടോ, സ്പൂൺ ഏതുമാകാം. അപ്പോൾ നമുക്ക് ആ സ്പൂണ് നമുക്ക് ഇവിടെ രണ്ടുപേർക്കും അങ്ങനെയാണല്ലോ കിട്ടിയത്. അപ്പോഴത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും നമ്മൾ അരഞ്ഞാണം കാട്ടള ഒക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോഴത് ചെറുക്കൻ്റെ വീട്ടുകാർ ചെയ്യുമല്ലോ, അത് ആ സ്പൂൺ എടുത്ത് അതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുഞ്ഞിന് കൊടുക്കുന്ന സാധനം അരഞ്ഞാണോ കാട്ടളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനകത്ത് നമുക്ക് ഈ സ്പൂണിന് സ്വർണ്ണ സ്പൂണാണെങ്കിൽ അത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആ സ്പൂണിനകത്ത് 3 പ്രാവശ്യം ഇതിനകത്ത് പാല് കിടപ്പുണ്ടല്ലോ, തേങ്ങാപ്പാൽ കിടപ്പുണ്ടല്ലോ, അതിങ്ങനെ 3 പ്രാവശ്യം പെണ്ണിൻ്റെ വയറിലിങ്ങനെ ആ വെറ്റയോടുകൂടി ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ ഒരിച്ചിരി സ്പൂണ് നമുക്ക് വായിലും കൊടുക്കാം കേട്ടോ, കുടിക്കാനും കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ചിലർക്കത് പിടിക്കത്തില്ല കേട്ടോ, ചിലർക്ക് ഗർഭിണികൾക്കൊന്നും പിടിക്കത്തില്ല, ചിലർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പച്ച തേങ്ങാപ്പാലല്ലേ ചിലർക്ക് പിടിക്കത്തില്ല. അപ്പോൾ ആ ഒരു ചടങ്ങ് നമ്മൾ ചെയ്യുമ്പം പെണ്ണിന് പൈസ കൊടുക്കും കേട്ടോ. എത്ര വേണേലും നമുക്ക് 1 രൂപ മുതലേക്ക് എത്ര വേണേലും കോടികൾ വേണേലും നമുക്ക് ആ സമയത്ത് കൊടുക്കാം. പെണ്ണിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ കയ്യിലോ നമുക്ക് ആ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പാലിൽ കോരുക എന്ന് പറയും കേട്ടോ. അങ്ങനെ കോരുന്നത് എത്ര വേണേലും നമുക്ക് കൊടുക്കാം കേട്ടോ. പാലിൽ നമ്മൾ കോരുന്നതിന് മുന്നേ ഈ പൈസ നമ്മൾ അപ്പുറത്ത് നാത്തൂനോ അല്ലെങ്കിൽ നമ്മുടെ ചെക്കനോ കാണും കേട്ടോ. അവരുടെ ആരുടെയെങ്കിലും കയ്യിൽ ഇത് കൊടുക്കണം. അവർ ഒരു താലമായിട്ട് നിൽക്കും. ഇതൊക്കെ നമ്മുടെ ആചാരപ്രകാരം തന്നെ ഉള്ളതാട്ടോ ഇങ്ങനെ. അപ്പോൾ ഇഷ്ടമുള്ള കോടികൾ വേണേലും നമുക്ക് കൊടുക്കാം കേട്ടോ. 1 രൂപ മുതൽ എത്ര അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എത്ര വേണേലും നമുക്ക് കൊടുക്കാം. ആ പൈസയും എന്താ നല്ലൊരു തുക ഇന്നും കിട്ടി കേട്ടോ. നമുക്കൊക്കെ നല്ലൊരു തുക അന്ന് കിട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് നന്നായിട്ട് പൈസ കിട്ടി അങ്ങനെ. അപ്പോഴാ പൈസയും അത് കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനോ ഉള്ളതായിട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഈ നമുക്ക് വാടകയ്ക്ക് എടുക്കുന്ന നമ്മൾ നാത്തൂന് എന്തെങ്കിലും കൊടുക്കണം. നാത്തൂന് നമുക്ക് വേണ്ടി താലവും പിടിച്ച് ഇപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഈ പാല് കോരുന്ന ചടങ്ങ് കഴിയുമ്പോൾ നമ്മൾ നാത്തൂന് ദക്ഷിണ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. അത് മറക്കരുത് കേട്ടോ. നാത്തൂനായിട്ട് നിൽക്കുന്ന നമ്മുടെ നാത്തൂന് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം. ഞാനാണെങ്കിൽ എൻ്റെ നാത്തൂന് ഞാൻ കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ്, അതൊക്കെ ചടങ്ങുകളാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് 7 കൂട്ടം പലഹാരം കൊണ്ടുവരുമല്ലോ. അപ്പോൾ 7 കൂട്ടം പലഹാരം കൊണ്ടുവരുന്നത് എന്ത് ചെയ്യുമെന്നറിയാം. അപ്പോഴേ തന്നെ അതും ഒരു ചടങ്ങാണ്. നമ്മളിപ്പോൾ സാരി ഉടുക്കുമല്ലോ, നമ്മളിപ്പോൾ സാരി ഉടുത്തേക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ തോർത്ത കേട്ടോ. സാരി ഉടുത്തേക്കുകയാണെങ്കിൽ അതിൻ്റെ തുമ്പ് നമ്മൾ ഈ പുറയിൽ നിന്ന് ഇങ്ങനെ തുമ്പെടുത്ത് അതിനകത്തോട്ട് ആദ്യം ചെക്കൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഇന്ന് അങ്ങനെ നാത്തൂനാണ് കൊടുത്തത്. അവിടെ ഇതിനകത്ത് ഈ 7 കൂട്ടം പലഹാരങ്ങൾ ഒരു പ്ലേറ്റിനകത്ത് നമ്മുടെ സാരിയിൽ അഴുക്കാകാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ഒരു പേപ്പർ വയ്ക്കും കേട്ടോ. എന്നിട്ട് ഈ പാത്രത്തിൽ അമ്മായിയമ്മ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന 3, 5, 7 അങ്ങനെയൊക്കെ കണക്കുകളുണ്ട് കേട്ടോ. അവരെ നമുക്ക് കൊണ്ടുവന്ന് ഈ 7 കൂട്ടം പലഹാരം ഇങ്ങനെ 3 പ്രാവശ്യം ആദ്യം ഇങ്ങോട്ട് നമ്മുടെ സാരിയുടെ തുമ്പിലോട്ട് ഇടും. എന്നിട്ട് ഈ ഗർഭിണിയായ നമ്മുടെ മോളുണ്ടല്ലോ, അപ്പം ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചു. അപ്പം ഞാനിത് ആ അമ്മയും സാരി തുമ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേ ഇത് അങ്ങോട്ട് ഇടുക. പിന്നെ വീണ്ടും അമ്മ ഇങ്ങോട്ട് നമുക്ക് നമ്മുടെ ഈ സാരി തുമ്പിലോട്ട് ഇട്ട് തരും. വീണ്ടും നമ്മൾ അങ്ങോട്ട് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് ഇട്ട് തരും. പിന്നെ പെണ്ണിനുള്ളതാണ് ഈ 3ാമത്തെ പ്രാവശ്യം തട്ടുന്നത്. അത് ഫുള്ളും പെണ്ണിനുള്ളതാണ് കേട്ടോ. പെണ്ണിൻ്റെ ആ സാരി തലപ്പ് പിന്നെ ഈ പലഹാരം നമ്മൾ ഇടുമല്ലോ, ഈ പലഹാരം അങ്ങ് ഇടും, പേപ്പറിനകത്തോട്ട് ഇടും. എന്നിട്ട് ആ സാരി തലപ്പ് ഈ പലഹാരം ഇതിനകത്ത് കിടപ്പുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോണം. ഇതിങ്ങനെ കെട്ടിവെക്കേ, ഈ സാരി തലപ്പ് ഇങ്ങനെ കെട്ടിവെക്കും. അത് ആ പെണ്ണിനുള്ളതാട്ടോ, ആ വീട്ടിൽ ചെന്ന് കഴിക്കാനുള്ളതാട്ടോ. അവരുടെ വീട്ടുകാർ കൊണ്ടുവരുന്നത് തന്നെയാണ്. ഇങ്ങനെ തുമ്പിനകത്ത് പിടിച്ച് കെട്ടി വെച്ചേക്കും. എന്നിട്ട് പിന്നെ മന്ത്രകോടി നമ്മൾ ഈ സമയം മന്ത്രകോടിയൊക്കെ ഉടുത്താൽ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ കല്യാണ സാരിയൊക്കെ ഉടുത്താൽ ഈ സമയം നമ്മൾ നിൽക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ പോകാൻ നേരം ദക്ഷിണയൊക്കെ കൊടുക്കും. പിന്നെ അമ്മായിയമ്മ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ തന്നേക്കുന്നത് ഒരാണി കാണും, മഞ്ഞൾ കാണും, നെയ്യോ കരിപ്പോട്ടിയോ എന്തൊക്കെയോ അതിനകത്ത് സെറ്റ് ചെയ്ത് ആ കൂട്ടത്തിൽ ഇതും കാണും കേട്ടോ. എണ്ണയും ഏതാണ്ടൊക്കെ സംഭവങ്ങളുണ്ട്. ഞാനത് മറന്നുപോയി, ഇന്ന് എനിക്ക് കാണാനും പറ്റിയില്ല. അതെല്ലാം കൂടി ഇങ്ങനെ തപ്പിപ്പിടിച്ച്
ഇറങ്ങുന്ന സമയമാവും. ഇറങ്ങുന്ന സമയമാകുമ്പോൾ ചെറുക്കനോട് പറയണം നീ വെളിയിൽ ഇറങ്ങിയിരിക്കരുത്, പെണ്ണ് പോകുന്നത് ഭർത്താക്കന്മാർ കണ്ടുകൂടാ. അപ്പോൾ പിന്നെ ഇറങ്ങുന്നത് അവരോട് പറയും, ഗർഭിണികളായ നമ്മളോട് പറയും തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നത്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെറുക്കനെയും ആ ദേശത്ത് അന്നേരം കണ്ടുകൂടാന്നാണ് ഇപ്പോഴും പറയുന്നത് കേട്ടോ നമ്മുടെ ഇതിൽ. അപ്പോൾ ചെറുക്കൻ പെണ്ണൊക്കെ സങ്കടമൊക്കെ വരും, എന്നാലും ഇത് നല്ല കാര്യത്തിനല്ലേ, കുഞ്ഞുമായിട്ട് വരാനല്ലേ. അപ്പോഴങ്ങനെയൊക്കെയാണ് നമ്മുടെ ചടങ്ങുകൾ. ഇതെല്ലാം ഈ പെണ്ണിൻ്റെ ഈ സാരിയുടെ ഈ തുമ്പിലുണ്ട്. അതിങ്ങനെ വെച്ച് ഇറങ്ങി പോകുമ്പോൾ പിന്നെ ഒരു അമ്മയും കുഞ്ഞും വരണമേ. നമുക്ക് നിമിത്തം ഉണ്ടല്ലോ, അവിടെ നിന്ന് വരുന്നത് എന്തോ നമ്മൾ നിമിത്തം കണി എന്നൊക്കെ പറയത്തില്ലേ, കണി കാണുക എന്ന് പറയത്തില്ല. അന്നേരം ഈ ഗർഭിണി അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരമ്മയും കുഞ്ഞും ഇത് നമ്മുടെ പലഹാരം ഇരിക്കും ഇങ്ങനെ വെച്ചാണ്. അവിടുന്ന് നാത്തുവിന് കുഞ്ഞുവാവ ഉണ്ടെങ്കിൽ നാത്തുവിന് അല്ലെങ്കിൽ ആരെങ്കിലും ആകാം, എന്തായാലും ഒരു കുഞ്ഞുവാവ ഒക്കത്ത് വേണം. കുഞ്ഞുവാവ എടുത്ത് ഒരു കയ്യിൽ അതിനകത്ത് വെള്ളത്തിനകത്ത് നമ്മൾ മാവില കുടിച്ചിരും കേട്ടോ. അതൊരു നല്ല നിമിത്തമാണത്. കുഞ്ഞുവാവയും മാവിലയും ഉള്ള ഒരു നിറകൂടം അത് കണി കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടി പോകേണ്ടത്, ഈ ഗർഭിണിയായ പെൺകുട്ടി പോകേണ്ടത് എന്നാണ് നമ്മുടെ ഇത് ചടങ്ങുകൾ കേട്ടോ. പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചക്കന് ചെല്ലാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷേ ഈ കൊച്ചിൻ്റെ കൂടെ പോയിക്കൂടാ, ഈ പെണ്ണിറങ്ങി പോകുമ്പോൾ കണ്ടുകൂടാ, തിരിഞ്ഞു നോക്കരുത്, അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ചടങ്ങുകൾ. അങ്ങനെ ഞങ്ങളുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്നു. സരസുവിനെ കൊണ്ടുപോയ പാടൊന്നും പറയേണ്ട, 3 പേര് ഇങ്ങനെ താങ്ങി പിടിച്ചാണ്. അവരുടെ വീട് ചിറക്കത്തോട്ടാണ്, വണ്ടിയൊക്കെ ചെല്ലുന്നാലും ചിറക്കത്തോടാണ്. നമ്മളിവിടെ നിരന്ന സ്ഥലത്ത് നടന്ന് നമ്മുടെ ഞങ്ങൾ അന്നേരം ഇന്ന് പോയ വഴിക്ക് എന്തിനാ അമ്മ ഇതിനെ ഇവിടെ കെട്ടിച്ചത്. ആ സമയത്തൊക്കെ നമ്മൾ അങ്ങനെ വഴികളോ സൗകര്യങ്ങളോ ഒന്നും നോക്കത്തില്ലല്ലോ. പക്ഷെ വണ്ടി ചെല്ലും നല്ല ഇറക്കമാണ്. സരസ്വനെയും കൊണ്ട് പോയിട്ട് വന്ന പാടൊന്നും പറയണ്ട. പലഹാരം നിങ്ങളെ കാണിച്ചില്ല. ഇത്ര എനിക്ക് കിട്ടിയത് ഞാനിങ്ങ് കൊണ്ടുവന്നു കേട്ടോ, നിങ്ങളെ കാണിക്കണ്ടേ, എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ പലഹാരങ്ങൾ നമ്മുടെ ഫുഡ് തരത്തില്ലേ, ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും തരും. നമ്മൾ അവരുണ്ടാക്കിയ പായസം, വെള്ളച്ചോറ്, കൂട്ടത്തിൽ പണ്ട് നമുക്ക് ഇതും വിളമ്പുമായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ ഇതും വിളമ്പി തരുമായിരുന്നു, എല്ലാ ഐറ്റങ്ങളും 7 കൂട്ടും. ഇപ്പം പിന്നെ നമ്മളൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ വലിയ പാടില്ല. ഈ 7 കൂട്ടം സാധനങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പാടാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഇതെല്ലാം കൂടെ കൊടുക്കാൻ തന്നെ കഴിക്കാൻ പാടില്ല. അപ്പോഴിപ്പം നമ്മുടെ ഇതിൽ നമ്മളൊരു ഈ കവറിനകത്ത് പാക്ക് ചെയ്ത് നമ്മൾ കൊടുത്തു വിടുകയാണ്. അവർ വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് കേട്ടോ നമ്മളങ്ങ് കൊടുത്തു. അപ്പോൾ പലഹാരങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് 7 കൂട്ടം പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. പൂക്കേക്ക്, ഉഴുന്നുവട പിന്നെ അവിടെ നിന്ന് എനിക്ക് തന്ന കേട്ടോ. ഉഴുന്നുവട എന്തായിരുന്നു, വീശപ്പുമായിരുന്നു, വീശപ്പും കിഴങ്ങേറിയൊക്കെ ആയിരുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് ഉഴുന്നുവട തന്നതാ, മാറിപ്പോയി. പിന്നെ നമുക്ക് അച്ചപ്പം, പിന്നെ ഇതൊക്കെ അങ്ങ് മുറിഞ്ഞു പോയി കേട്ടോ. നമ്മുടെ ഈ സംഭവം മുറുക്ക്, ഹൽവ ഞാൻ കഴിച്ചില്ല കേട്ടോ, നെയ്യപ്പം, ലഡു, നമ്മുടെ ഈ ഇതൊക്കെ പണ്ട് കാലങ്ങളിലെ ഉള്ള സംഭവങ്ങൾ. ഇതൊക്കെ നമ്മുടെ ഇതിൽ കൊടുക്കേണ്ടത് കേട്ടോ, കൊടുക്കുന്നത്. അന്നേരം 2, 4, 5, 6, 7 കൂട്ടം കേട്ടോ, 7 കൂട്ടം ഇത്രയായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ കുഴലപ്പം അതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളപ്പൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയൊക്കെ കിട്ടി. ഇതൊക്കെ അന്നേരം ഇരുന്ന് കഴിക്കാനും ഇത്രയും ഇരുന്ന് കഴിച്ച് നമ്മുടെ വയറിലൊക്കെ ഇത്രയാവും. അതുകൊണ്ട് കഴിച്ചില്ല, നമ്മളെല്ലാവരും ഇനി കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ പലഹാരങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ്, എല്ലാം മധുരമാണ്, കൂടുതലുമാണെന്ന് തോന്നുന്നു. എന്നാലും കിട്ടിയത് ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഇതിൽ ഭയങ്കര ഒരുപാട് ആചാരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ. എന്നാലും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴേ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം സുപ്പൂനോട് കേട്ടോ. നമ്മുടെ ഇതിൽ ഇപ്പോഴും ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. അപ്പൂപ്പന്മാർ നമ്മുടെ ഇതുമെല്ലാം ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചടങ്ങുകൾ.
ഒരുപാട് ഇതിൽ കൂടുതൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് കേട്ടോ. ഭയങ്കര ചടങ്ങുകളുണ്ടായിരുന്നു. ഇപ്പം വെട്ടിച്ചുരുക്കിയൊക്കെ ഇത്രയൊക്കെ വന്നു. ഞാൻ പറഞ്ഞതിൽ ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും വെട്ടിച്ചുരുക്കി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ സുപ്പുവിൻ്റെ വിശേഷങ്ങൾ. ഞാൻ കഴിച്ചില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചില്ല, കൊണ്ടുവന്നു. ഇത്രയും കഴിച്ചാൽ ഞാൻ നാളെ ലാബിൽ പോയി നോക്കുമ്പോഴേ ഒട്ടും കാണത്തില്ല ഷുഗർ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ.